മാമനോടൊന്നും തോന്നല്ലേ. ഒരു പഴംപൊരി കൂടെ അല്ലേ നല്ല മഴ പെയ്യുന്നുണ്ട്. ഒറ്റ കുടലോട് മാത്രം നമ്മൾ കഴിച്ചില്ലതാണ്. എനിക്ക് എന്താ വേണ്ടിയാണ്? ലിബാം ഇട്ടാലേ വീഡിയോയിൽ വരും. എന്തൊക്കെ കാണണം. ബ്യൂട്ടി കോൺഷ്യസ് അല്ലേ? പരമ്പരമായിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. അവിടെ പോയിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലടാ. മേക്കപ്പ് ചെയ്യാറില്ലേ? അത് സെറ്റാ, അത് കട്ട് ചെയ്തു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കാറിന്റെ ഉള്ളിലുള്ള അടുത്ത വ്ളോഗുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ സച്ചിനൊക്കെ പറയാനുള്ളത്? കൊല്ലറ്റായില്ലേ? അതെ, നമ്മള് ഭയങ്കര എന്നാ ആഡംബരമായിട്ടൊക്കെ വലിയ 80ഓളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ യൂട്യൂബ് ചാനലും പരിപാടിയൊക്കെ തുടങ്ങിയതാണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ എന്ത് വിചാരിക്കണ്ടാവുന്ന അറിയാത്തത്. ഞങ്ങൾ പുതിയൊരു മുഖത്തിന് ഓസ്ട്രേലിയ ഇവളെ കണ്ടപ്പോ പഴയ കാലം എന്തൊക്കെ ഓർമ്മ വന്നാന്ന് തോന്നുന്നുണ്ട്. എന്താ സാവ്യ ഞങ്ങളെ വ്ളോഗ് കാണണ്ടേ? കള്ളം പറയരുത്, സത്യം. അതെന്താ എന്റെ അഭിപ്രായം? എന്താ വ്ളോഗ് കണ്ടിട്ട്? നമ്മളെ എന്ത് കച്ചറയായിരുന്നോ ആ കച്ചറ അതേപോലെ ഞങ്ങള് കുറച്ച് നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള സെറ്റപ്പിൽ തുടങ്ങിയതയ്യാതെ അങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെ. പക്ഷെ ആ കൂടെ ഞങ്ങൾ ഇല്ലാണ്ടായി പോയി. അതാണ് അവർക്ക് ആൾക്കാർ കുറഞ്ഞു പോയി. അല്ല, ഞങ്ങൾ അതിനുവേണ്ടി നാട്ടിലെത്തിയില്ലേ? അതെ, ഞങ്ങൾ നാട്ടിൽ വന്ന് കാര്യങ്ങൾ എവിടെ അന്ന് ഈ ശരിക്കും ഈ വ്ളോഗിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ പുതിയ റുട്ടീൻ കൊണ്ടുവരാനും ലൈഫൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിട്ടല്ലേ. പക്ഷെ എന്തോ പറ്റിപ്പോയി. ഏതോ ഒരു പോയിന്റില് ഇതങ്ങ് സ്റ്റോപ്പായി പോയി. അപ്പൊ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരു ലോങ് ബ്രേക്കല്ല നമുക്ക് വന്നത്. പിന്നെ നാട്ടിലെത്തുമ്പോ വിചാരിച്ച നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോ വിചാരിച്ചൊരു കാര്യമായും നാട്ടിലെത്തി നല്ല കിടലും കുറച്ച് യാത്രകളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. യാത്രയും നടന്നില്ല, വീഡിയോ നടന്നില്ല എന്നുള്ളതാണ് കോമഡി. ഇപ്പൊ അതാ കുറെ കാലത്തിന് ശേഷം ഇപ്പൊ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. എന്നാ പിന്നെ ഒന്നും നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. മൈക്കില്ല. നല്ല ഐശ്വര്യ ദേവതാന്ന് സ്വയം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓള് വന്നേ കൊണ്ടാണ് വീഡിയോ വരുന്നത് എന്നാണ് പറയണത്. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകണമെന്നിട്ട് വെറുതെ ഒരു മഴയൊക്കെ പെയ്തപ്പോ നല്ലൊരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. നല്ല മഴയുണ്ട് പുറത്ത്, നല്ല കിടിലം മഴ. അപ്പൊ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇവിടെ കയറ്റി സാവിനെയും കയറ്റി. ഇവിടെ സ്ഥലം ഉണ്ട് കക്കാടം പോലും. സുഹൃത്ത്, അതെ, ആ ജന്മസുഹൃത്ത്. നല്ല കിടിലം സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ആ കക്കാടംപോലിന്റെ തോട്ടപ്പള്ളി. ഇത് ശരിക്കും കക്കാടംപോലിലേക്ക് പോണതിന് മുമ്പുള്ള വേറെ റോഡാണ് ശരിക്കും. പക്ഷെ ഇത് കിടിലം സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ ഇതെന്താ പുഴയാണോ? അടിപൊളി. കക്കാടംപോയിക്ക് പോണതിന് മുന്നേ ഈ ഒരു ബൈക്ക് ഞാൻ ഇതുവരെ പോയില്ല സത്യം പറഞ്ഞാല്. ആ വ്യൂ എന്താ കാണിച്ചോട് നമ്മൾ എങ്ങോട്ടാ പോണത്? റിവർ ക്രോസിംഗ്. എങ്ങനെയുണ്ട്? നൈസായില്ലേ? നൈസായി. ഈ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. കൊറേ കാലമായി കക്കാടംപോയിൽ വരാൻ തുടങ്ങി. കൊറേ കാലമായി. പക്ഷെ ഇങ്ങനത്തെ ഒരു എന്തൊരു വേദന. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഇനി ഹൈവേയിലേക്കാ കയറുന്നത്. റോഡ് ആർക്കും കാണിച്ചു കൊടുക്കണ്ട. കമന്റ് ഇടുന്നവർക്ക് മാത്രം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ആരൊക്കെ കമന്റ് ഇടുന്നു കാണാമല്ലോ. നമ്മള് ശരിക്ക് കറക്റ്റ് ടൈമിലാണ് ഇവിടേക്ക് വന്നത്. നല്ല മൂടി ക്ലൈമറ്റ് അല്ലേ? അടിപൊളി ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ്. നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോ നല്ല വെയിലാ, മഴയുണ്ട്. പക്ഷെ ഒരു വെയിലും മഴയും കൂടെ ആണ്. കോളേജ് കട്ട് ചെയ്ത് വരുന്ന ടൈമിലൊക്കെ നമുക്ക് ചെയ്ത് കിട്ടണ്ടേ. അന്നൊക്കെ മുത്തിന്റെ വീടേ ഉണ്ടായിരുന്നു. മുത്തേ, അതെ, എവിടെ മുത്തേ? മുത്ത് നമ്മളെ ഷിബിൻ മുത്തിന്റെ വീടേ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് ക്ലാസ് കട്ട് ചെയ്ത് കയറും, നേരെ അവന്റെ വീട്ടിൽ പോകും. അതും അടിപൊളി സ്ഥലം. നമുക്ക് ഒരു ദിവസം മുംതാസിന്റെ വീടിന്റെ ബേക്കിലും പോകാം അല്ലെ? നല്ല രസമാണ്. അതും നല്ല അടിപൊളി സ്ഥലം. പിന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ വഴി അറിയാന്ന് പറഞ്ഞ ഒരാള് വണ്ടിക്കകത്തുണ്ട്. വഴി അറിയോ? ചെറിയ നമ്മള് നേരെ ഇങ്ങനെ പോവാ. എന്നിട്ട് പോയി അവിടെ എത്തും. പാസ്പോർട്ട് എവിടെ പിടിക്കണോ? അങ്ങനെ നമുക്ക് ഇത് നിലമ്പൂർക്കുള്ള വഴിയാ ചങ്ക. ഇങ്ങനെയൊക്കെ തന്നെ അറിഞ്ഞാ മതി. പിന്നെ എത്ര സ്ഥലം ഇതാണ് തോട്ടപ്പള്ളി എന്ന് പറയുന്നത്. തോട്ടപ്പള്ളി എത്തിക്കണോ? അതെ, അതിന്റെ ഓഫ് റോഡ് ഉണ്ട്. പറഞ്ഞു കൊടുത്ത് അതിന്റെ ഒരു ത്രില്ല് അങ്ങ് പോലെ. അല്ല, മറക്കാതിരുന്നാ മതി.
ഇവൾക്ക് സ്വന്തം സ്ഥലമാന്ന് പറഞ്ഞിട്ടെ ഇവളെ വീട്ടുകാരെ അച്ഛൻ ലെഫ്റ്റ് റൈറ്റ് 2 കിലോമീറ്ററോളം നിലമ്പൂരിക്ക്. ഞങ്ങളുടെ ഇവിടുന്ന് വണ്ടി തിരിക്കാൻ പോവാ. അല്ലെങ്കിൽ ഇപ്പൊ മറിക്കയോ ഇല്ല. സത്യമായിട്ടും കുറച്ച് വൈബ് ആയിക്കോട്ടെ. കുറ്റം സമ്മതിച്ചാണ് സമയം. അങ്ങനെ സമ്മതിക്കാനൊന്നും പറ്റില്ല. ഇവിടെ വന്ന വഴിക്ക് പോയിക്കൊണ്ടിരിക്കാണ്. അടുത്തതെങ്കിലും ഞാൻ കണ്ട ഇന്ത്യ ഇതല്ല. ഞാൻ പറയട്ടെ അതല്ല, ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നല്ലോ. അതെ, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. 2 കൊല്ലം കൂടെ സ്ഥലമൊക്കെ മാറി. നോക്ക്, കക്കാടമ്പലൊക്കെ ഇങ്ങനെയായിരുന്നോ? ഇതുപോലെ ടൂറിസ്റ്റ് സ്പോട്ടോ? ഇവിടെ സത്യം പറയാം, കാടും ഈ കാട്ടില് ഞങ്ങള് മാത്രമേ ഉള്ളൂ. കക്കാടമ്പലം പറയോ? ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങി കാർ ഇങ്ങനെ നിർത്തിയിട്ട്, ഇത് വീഡിയോ ആണ് മിസ്റ്റർ, ഫോട്ടോ അല്ല. വേണ്ട, എന്തിനു റീടേക്ക്? ഞങ്ങൾ വെറുതെ ഒന്ന് നിർത്തിയിട്ട് ഇവിടെ നല്ല കിടിലം വ്യൂ ആ, ബേക്കില് നല്ല രസമായിട്ട്. അപ്പൊ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ അടിക്കാന്ന് വിചാരിച്ചു. അല്ലേ? എന്താ പറയാനുള്ളത്? താഴെ നമ്മുടെ തീം പാർക്ക് ഒക്കെ ഉണ്ട്. തീം പാർക്കിന്റെ വീഡിയോ കാണിച്ചാൽ, തീം പാർക്കിന്റെ വീഡിയോ ഇപ്പൊ എന്തിനാ നമ്മള് കാണിക്കുന്നത്? ഫൈനലി നമ്മള് സ്ഥലത്തെത്തി. ചോദിച്ചാണെങ്കിലും സ്ഥലത്ത് നമ്മളെത്തി. അങ്ങനെ ഇവിടെ എത്തിയിട്ട് എന്ത് തോന്നുന്നു സച്ചിനെ? അടിപൊളിയാ. നമ്മള് വെറുതെ കുറച്ച് അവളെ കുറ്റം പറഞ്ഞെങ്കിലും പണ്ട് ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഇത് ഉണ്ടെങ്കിൽ അതന്നെ. അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റുമോ? ഇവിടെ അതല്ല, അങ്ങനെ കണ്ടോനായി, വല്ലോരുമായി. കൊണ്ടുവന്നാ പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ട് നല്ല കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചുറ്റും നല്ല ഫുള്ള് ഒരു കിടിലൻ സ്ഥലം. അവിടെ ഇത്രയും സ്പേസിൽ ചെറിയൊരു വീട്. ഇവിടെ മറ്റേ കാപ്പിയോ എന്തൊക്കെ ഉണക്കാണ്ടിരുന്നതാ. പിന്നെ മുരിങ്ങ ഉണ്ട്. നല്ല കിടിലൻ ക്ലൈമറ്റ്, നല്ല രസമുള്ള വീടാണ്. അതിൻ്റെ ബേക്കില് മല കണ്ടോ, മലയിൽ കോട വരുന്നുണ്ട്. അടിപൊളി, നല്ലൊരു കിടിലൻ സ്ഥലം. എന്നാ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് മേലോട്ട് കയറി പോവാം. മോളിൽ പോയി നോക്കാം എന്താ അവസ്ഥ. പെരിയ കാട് താണ്ടി. അപ്പൊ ഓക്കെ, എന്നാ വാ പോവാ. വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി. ഇവർക്ക് വണ്ടി വെള്ളത്തിൽ കൂടെ ഇറക്കുന്ന വീഡിയോ കാണുന്നത്. ഔ, തണുപ്പ്, ഹെവി തണുപ്പ്. മാമനോടൊന്നും തോന്നല്ലേ. ഇതെവിടെയോ ആടാ. അടിപൊളി റിവ്യൂ പിടിക്കാൻ പോവാണ്. നമ്മള് നടന്നാട്ടാ പോണേ, ചെരുപ്പൊക്കെ ഊരി വെച്ച്. അതെ, ഇനി കാണാൻ പോകുന്നത് കാളിയുടെ ആട്ടത്തെ. അങ്ങനെ വാ പോവല്ലേ, എന്നാ മേലോട്ട് കയറല്ലേ. മഴ പെയ്യുന്നുണ്ട്, നല്ല ചെറിയൊരു മഴ ഉണ്ട്. കുടണ്ടോ? പാറയിൽ വെഹിക്കലുണ്ട്. നല്ല കിടിലൻ ക്ലൈമറ്റ്. ഫ്രണ്ട്സിനൊന്ന് കൂട്ടി വരല്ലത്. നമ്മുടെ വീഡിയോ തന്നെ കണ്ടെന്ന് ഞാൻ ഇത്രക്കൊക്കെ അഭിനയിക്കുമോ? നല്ല മഴ പെയ്യുന്നുണ്ട്. ഒറ്റ കുടലോട് മാത്രം നമ്മൾ കഴിച്ചില്ലതാണ്. മഴ എങ്ങനെയുണ്ട്? മഴ നല്ല കിടിലൻ മഴ. അപ്പൊ എങ്ങനെ അത് മഴ കാണുന്നില്ല തോന്നുന്നല്ലേ? പിന്നെ കുറച്ചുകൂടി സൗണ്ട് കേട്ടിട്ടുണ്ടാവില്ല മഴയുടെ. അതിന്റെ കണ്ണട മഴ. മഴ കൊള്ളാന്ന് പറഞ്ഞ ഇറങ്ങിയതാ വീഡിയോ എടുക്കാൻ വേണ്ടി. ഞാൻ മാത്രം ബാക്ക് മാത്രമേ അറിഞ്ഞുള്ളത്.
ഒരുത്തൻ കൊട ചൂടി ഒരു കുളി കഴിഞ്ഞത്. ആ എന്ത് രസം. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കാണ്. വന്നതൊക്കെ ഫുള്ള് വെള്ളായി. കൊട എടുത്തോണ്ടില്ല അതവിടെ ഒരു ഒറ്റ കൊട പോലും വേണ്ടെന്ന് പറഞ്ഞവനാ. ഒരു കൊട എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഏതാ ക്ലാസ് മഴ നനഞ്ഞിട്ടില്ല രാജാവ്. അതെ പജീറോയിൽ വന്നിറങ്ങിയ രാജാവ്. ഇവിടെ മഴ നനഞ്ഞ് ഇനി അഴയിലിട്ടാ മതി. തൂക്കിയാ മതി. കുറെ വേണമെങ്കിലും എടുത്തോ. ഏതാ മൈൻഡ് കള്ളാൻ കൊള്ളാം. ഫേക്ക് ഫേക്ക് അതെ ഫേക്ക്. ഞാൻ രാവിലെ ഫേക്ക് എന്ന് പറഞ്ഞപ്പോ ഇവിടെ ആരും സമ്മതിച്ചില്ല. പകൽമാന്യൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. പിന്നെ എങ്ങനെയുണ്ട് നമ്മൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ്? ഓഫ് റോഡ് അടിപൊളി. അല്ല നിങ്ങളല്ലേ പറയണ്ടേ, ഞാനല്ലേ കൊണ്ടുവന്നത്. ഡ്രൈവിംഗ് സ്കില്ലും വണ്ടിന്റെ പവറും നോക്കിയിട്ട് സീറോ. സ്കില്ല് നല്ല പഴംപൊരുണ്ട്. ചാമ്പിക്കോ? ആ സൗണ്ട് എങ്ങനെയുണ്ട്? നല്ലതാ. നല്ല ബീഫ് വന്ന്, പൊറോട്ട വന്ന്, ചായ വന്ന്. എങ്ങനെയുണ്ട്? എന്താ അവസ്ഥ? എനിക്ക് ഒരു പഴംപൊരി കൂടെ അല്ലേ ഇപ്പൊ കൊണ്ടുവരും? എത്ര കാലായി ഇതൊക്കെ കഴിച്ചിട്ട്. അങ്ങ് ഓസ്ട്രേലിയയിൽ ഇതൊന്നും ഇല്ലല്ലോ. പഴംപൊരി വന്നാണ്. ഇതിലൊന്നെടുത്ത് ബീഫും കൂട്ടി അടിക്കും. അങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത്. ഒരു ചെറിയ പീസ് എടുക്കും. അങ്ങനെയല്ല, കുറച്ച് വലിയ പീസ്. അങ്ങനെ ഒരു കഷ്ണം ബീഫിലേക്ക് വെക്കുക. എല്ലാം പറഞ്ഞു എന്നിട്ട് കഴിക്കുക. ഞാൻ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. കഴിക്കുക. എങ്ങനെയുണ്ട്? പൈസല്ലേ? അതാണ്. അങ്ങനെ അത് ഫുള്ള് കഴിഞ്ഞ്. എങ്ങനെയുണ്ട് ഫുഡ്? ഉഷാറല്ലേ? എന്താ അവസ്ഥ? ടൈറ്റായി. എന്നാ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കല്ലേ. അങ്ങനെ ഞങ്ങൾ നല്ല ബീഫും പൊറോട്ടയും പഴംപൊരിയും കഴിച്ചു. എങ്ങനെയുണ്ടെങ്കിൽ നോക്കല്ലേ? നൈസല്ലേ? നല്ല തണുപ്പുണ്ടല്ലേ? ഇനി തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി. അപ്പം പിന്നെയും കാറിൽ നിന്നുള്ള സംസാരവും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അപ്പം എന്നാൽ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്ന സാവി. വൈൻഡപ്പ് ചെയ്തോ? ഒന്നുകൂടി പോയി. അത് റെഡിയായില്ല. ഒന്നുകൂടി പോട്ടെ.